എവിടെയാ ഞങ്ങളെ? നമ്മുടെ കഥാനായകന്റെ അരികിലെത്തിയോ? ഞാനങ്ങ് എത്താറായി ഋഷി. അരമണിക്കൂറിനുള്ളിൽ ഞാനും നന്ദനും മുഖാമുഖം കാണും. അവന്റെ അവസ്ഥ എന്താ? നമ്മുടെ പയ്യന്മാര് ഇടിച്ചിഞ്ചപ്പരുവാക്കിയോ? അതറിയില്ല. അവന്മാരുടെ സ്വഭാവം വെച്ച് നോക്കിയാ നല്ല ഇടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവനെ നല്ല ജീവനോടെ ഇങ്ങ് കൊണ്ടുവരണം. മരണപ്പെട്ടു പോയിന്ന് വിചാരിക്കുന്ന എന്റെ മുമ്പില് അവനെത്തുമ്പോ നന്നായിട്ടൊന്ന് ഞെട്ടാനുള്ള ആരോഗ്യം വേണ്ടേ? അത് വേണം. ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ നമ്മുടെ പിള്ളേരെയും കൊണ്ട് ഞാൻ ഉടനെ എത്താം. എന്നാ CP അങ്കിൾ അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കുക. ഫോണിലൂടെ എങ്കിലും അവന്റെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. അതെങ്ങനെയാ മോനെ? അവനെ പാർപ്പിച്ചിരിക്കുന്ന ഒരു കൊടും കാട്ടിലല്ലേ, തക്കല എന്ന സ്ഥലത്തിനടുത്ത്. അവിടെ ഫോണിന് റേഞ്ച് ഇല്ലല്ലോ. അതല്ലേ നമ്മുടെ പിള്ളേരെ പോലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും രാത്രിക്ക് മുൻപ് അവനോട്ട് ഇങ്ങെത്തണേ. അത് ഞാൻ ഏറ്റു. ശരി അങ്കിളെ. ശരി എന്നാ. വീണ്ടും തുടങ്ങിയല്ലേ ഗൂഢാലോചന? നീ എനിക്ക് സമാധാനം തരില്ലെന്ന് തന്നെയല്ലേ? അമ്മേ, അതങ്ങനൊന്നും അല്ല. ഒരു കാര്യം ചെയ്യുമ്പോ എല്ലാം വൃത്തിയായിട്ട് ചെയ്യണമല്ലോ. അതിരിക്കട്ടെ, നന്ദനെ നീ തട്ടിക്കൊണ്ടുവന്ന വിവരം ഇസബലയ്ക്ക് അറിയോ? ഇല്ല. നന്ദനെ തട്ടിയെടുക്കാൻ അവളൊന്ന് നോക്കിയതാ. പക്ഷെ അവള് മനസ്സിൽ കണ്ടത് ഞാൻ മാനത്ത് കണ്ടു. അവനെ ഞാൻ അങ്ങ് പൊക്കി. അപ്പൊ കൂട്ടുകാരായിരുന്നിട്ടും നിങ്ങൾ തമ്മിൽ അകത്തു മത്സരമുണ്ടല്ലേ? എന്തൊക്കെയാടാ ഇത്? അമ്മ ഇതിലൊന്നും ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തോളാം. ഇസബല്ലയ്ക്കും കൂട്ടർക്കും ഇതൊരു സസ്പെൻസ് ആയിരിക്കും അമ്മേ. സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു ടെസ്റ്റ് അവൾ പ്രതീക്ഷിച്ചു കാണില്ല. എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. കാണാൻ പോകുന്ന പൂരം അമ്മ കാത്തിരുന്ന് കണ്ടോ. ഇതെന്താ ദേവി ഇങ്ങോട്ട് വന്നത്? ഈ വീട് ഏതാണെന്നറിയോ? ഇതാ എസ്തപ്പാൻ ചേട്ടന്റെ വീടല്ലേ, ആ പഴയ ഗുണ്ട.